കോഴിക്കോടിന്റെ ഓണാഘോഷത്തിന് തുടക്കം മാവേലിക്കസ് 2025 മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇനിയുള്ള 6 ദിവസം ഉത്സവരാവിൽ വിവിധ പരിപാടികൾ വിവിധയിടങ്ങളിൽ അരങ്ങേറും. കോഴിക്കോടിന്റെ ഓണാഘോഷം മാവേലിക്കസ് 2025ന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ മേളയുടെ വ്യത്യസ്ത കാഴ്ചകൾക്കാണ് വേദിയൊരുങ്ങുക. കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മാവേലിക്കസിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിന്റെ ഓണസമ്മാനമാണ് തുരങ്കപാതയെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മാത്രമല്ല, ലോകത്തെവിടെയുമുള്ള മലയാളികൾ ആഗ്രഹിച്ച വയനാട് തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇത്തവണത്തെ ഓണാഘോഷ സമ്മാനം. 2026 ഓണാഘോഷ സമ്മാനമായി നൽകാൻ പോകുന്നപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഫ്രാൻസിലെ തലസ്ഥാനമായ പാരീസ് പോലെ കോഴിക്കോട് നഗരത്തെ മാറ്റിത്തീർക്കുന്ന കനാൽ സിറ്റിയുടെ പ്രവൃത്തി ആ ഓണസമ്മാനമായി 2026 മുന്നോട്ട് പോകുമെന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നു. 7 വരെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 9 വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. സർഗാലയിലെ പ്രവേശന ഫീസ് ഒഴികെ എല്ലാ വേദികളിലും പൊതുജനങ്ങൾക്ക് സൗജന്യമായി പ്രവേശിക്കാം. വൈകിട്ട് 6-നാണ് പരിപാടികൾ ആരംഭിക്കുക. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കോഴിക്കോട് ബീച്ചിൽ അരങ്ങേറിയ രാജസ്ഥാനി നാടോടി ബാൻഡായ മംഗാനിയാർ സെഡക്ഷൻ പരിപാടി ആസ്വാദകരുടെ ഹൃദയം കീഴടക്കി. ലുലു മാൾ, ബേപ്പൂർ ബീച്ച്, കോഴിക്കോട് ബീച്ച്, മിഠായി തെരുവുകൾ തുടങ്ങി വിവിധ വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.